വെള്ളൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഒരുപാട് ചരിത്ര സംഭവങ്ങൾക്ക് സാക്ഷ്യം വഹിച്ച മഹാക്ഷേത്രം. ഈ ക്ഷേത്രത്തിൻ്റെ പഴക്കം നിർണ്ണയിക്കാൻ സാധ്യമല്ല എങ്കിലും 2000 വർഷത്തിനുമേൽ പഴക്കം വരുമെന്ന് ഇവിടുത്തെ നാട്ടുകാർ പറയുന്നു. ഈ ക്ഷേത്രം ഇതിൻ്റെ നിർമ്മിതിയുടെയും പൂർണ്ണമായും കരിങ്കല്ല് നിർമ്മിച്ച ശ്രീകോവിലിൻ്റെയും കൊത്തുപണികളുടെയും പഞ്ചവർഗസ്ഥിതിയുടെയും കരിങ്കല്ലിൽ കൊത്തിയെടുത്ത ഭൂതഗണങ്ങളുടെയും വ്യാളീമുഖങ്ങളുടെയും നിർമ്മിതിയിൽ നിന്നും ആ പഴക്കം അനുമാനിക്കാവുന്നതാണ്. യുഗാന്തരങ്ങളുടെ പഴക്കം കൊണ്ടാവാം ഈ ക്ഷേത്രത്തിന് ചുറ്റുമുള്ള കൊത്തുപണികളൊന്നും വ്യക്തമല്ല. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ അധീനതയിലുള്ള ഈ ക്ഷേത്രം തിരുവനന്തപുരം ജില്ലയിൽ കാട്ടാക്കട തൂങ്ങാംപാറയിൽ നിന്നും 3 കിലോമീറ്ററോളം സഞ്ചരിച്ച് കൊറ്റമ്പള്ളി അമ്പലത്തിൻകാല എന്ന മനോഹരമായ ഗ്രാമത്തിൽ സ്ഥിതി ചെയ്യുന്നു. ഈ ക്ഷേത്രത്തിൽ ഇന്നു കാണുന്നത് അതിൻ്റെ പൂർണ്ണ രൂപമല്ല, ഗർഭഗൃഹവും പഞ്ചവർഗസ്ഥിതിയുമാണ്. തടി കൊണ്ടുള്ള മേൽക്കൂരയും മറ്റു നിർമ്മിതികളും എങ്ങനെ നശിക്കപ്പെട്ടു എന്ന് വ്യക്തമല്ല. ഓർമ്മ വച്ച കാലം മുതലേ ഈ ക്ഷേത്രം ഈ സ്ഥിതിയിലാണ് കാണുന്നതെന്നാണ് നാട്ടുകാർ പറയുന്നത്. ഭക്തരായ നാട്ടുകാരും പരിസരവാസികളും പറയുന്നത് കുളച്ചൽ യുദ്ധകാലത്ത് തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളിൽ ഒന്നാണിതെന്നാണ്. തിരുവിതാംകൂറും ഡച്ച് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും തമ്മിൽ 17-ാം നൂറ്റാണ്ടിൽ നടന്ന യുദ്ധമാണ് കുളച്ചൽ യുദ്ധം. മത്സ്യത്തൊഴിലാളികളുടെ സഹായത്തോടെ നടത്തിയ നിർണായകമായ യുദ്ധത്തിലെ തോൽവിയിലൂടെ ഡച്ചുകാർക്ക് ഇന്ത്യയിലെ കോളനികളുടെ ആധിപത്യം നഷ്ടമായി. മാർത്താണ്ഡവർമ്മ മഹാരാജാവിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവലാണ് ചരിത്ര പ്രസിദ്ധമായ കുളച്ചൽ യുദ്ധം. കുളച്ചലിൽ നിന്നും 40 കിലോമീറ്ററോളം ദൂരം മാത്രമുള്ള അക്കാലത്ത് ഏറ്റവും വലിയ ക്ഷേത്രമായിരുന്ന വെള്ളൂർ ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രം ഡച്ച് ആക്രമണത്തിൽ തകർക്കപ്പെട്ടു എന്നും വലിയ നാശനഷ്ടങ്ങൾ വരുത്തിയെന്നും നാട്ടുകാർ വായ്മൊഴിയായി തലമുറകളായി പറഞ്ഞു വരുന്ന കാര്യങ്ങളാണ്. ഇക്കാര്യത്തിൽ വ്യക്തമായ ആർക്കിയോളജിക്കൽ രേഖയോ പഠനങ്ങളോ ചൂണ്ടിക്കാണിക്കാനില്ല. ഇവിടെ പാർത്ഥസാരഥിയായ ശ്രീകൃഷ്ണനോടൊപ്പം തുല്യ പ്രാധാന്യത്തോടെ വൈദ്യനാഥനായി ശാസ്താപ്രതിഷ്ഠയും ഉപദേവതകളായി ഗണപതിയും ദക്ഷിണാമൂർത്തി ഭാവത്തിൽ ശിവപ്രതിഷ്ഠയും ഉണ്ട്. ഈ ക്ഷേത്രത്തിൽ മനോഹരമായ ഒരു ഗോശാലയുമുണ്ട്. അവിടെ കുറച്ച് ഗോക്കളും. ഇവരെ എപ്പോഴും കെട്ടിയിടാറൊന്നുമില്ല. ക്ഷേത്രത്തിൻ്റെ ഭക്തരോട് നല്ല ഇണക്കമുള്ള ഇവർ ക്ഷേത്രത്തും പരിസരത്തും എപ്പോഴും കാണാം. ഈ ക്ഷേത്രത്തിൻ്റെ പരിസര പ്രദേശത്തും ഇങ്ങനെ പല നിർമ്മിതികളും നമുക്ക് കാണാൻ കഴിയും. രാവിലെ 6 മണി മുതൽ 9 മണി വരെയും വൈകുന്നേരം 5:30 മുതൽ 7 മണി വരെയുമാണ് ക്ഷേത്ര നട തുറക്കുന്ന സമയം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെയും നാട്ടുകാരുടെയും ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിൽ പഴമയും ഐതിഹ്യവും നഷ്ടപ്പെടാതെ ക്ഷേത്രം പുതുക്കി പണിയുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു വരുന്നു. ഭക്തരായ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഈ മഹത്തായ സംരംഭത്തിൽ പങ്കാളികളാകാവുന്നതാണ്. ഈ ക്ഷേത്രത്തിൽ വരുമ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ഒരു ശാന്തത നിങ്ങൾക്ക് അനുഭവഭേദ്യമാകും.